കയറി കണ്ട് ആരാധിച്ച് വണങ്ങി സ്തുതിച്ചു പാടി. ആകാശത്തിൽ നിന്ന് മാലാഖമാരുടെ ജയഗീതം മുഴങ്ങി. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനമെന്ന. രാജാക്കന്മാര്, ജ്ഞാനികള് യേശുവിന്റെ തൃപ്പാദത്തിൽ പൊന്നും മേറയും കുന്തിരിക്കവും കാഴ്ചവെച്ച് അവനെ സ്തുതിച്ച് മടങ്ങുവാൻ തീരുമാനമെടുത്തു. അപ്പോൾ അവനെ ഉണ്ണിയെ കാണുവാനായിട്ട് പോകുന്ന സമയത്ത് ഹെരോദോസ് ജ്ഞാനികളോട് പറഞ്ഞിരുന്നു, നിങ്ങളെ ഉണ്ണിയെ കണ്ട് മടങ്ങി വരുമ്പോൾ ആ വിവരം സ്ഥലവും കൃത്യമായി എന്നെ അറിയിക്കണം. എനിക്കും ഉണ്ണിയെ കണ്ട് ആരാധിക്കേണ്ടതിന് വേണ്ടിയിട്ട് ആ വിവരം എന്നെ അറിയിക്കണമെന്ന്. അവർക്ക് പ്രിയപ്പെട്ടവരെ, രാജാവിന്റെ വക്രതാപരമായ ആ ഒരു ഗൂഢാലോചന ഉണ്ണിയെ ആരാധിക്കുന്നതിന് വേണ്ടിയോ സ്തുതിക്കുന്നതിന് വേണ്ടിയോ ഒന്നും ആയിരുന്നില്ല. പിതാവായ ദൈവം രാജാവിന്റെ മാനസികമായ ആഗ്രഹത്തെ മനസ്സിലാക്കി. ഓർത്തുകൊള്ളണമേ, മനുഷ്യൻ ചിന്തിക്കുന്ന കാര്യങ്ങൾ ഉന്നതമായ സ്വർഗ സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് തന്റെ പിതാവായ ദൈവം ഗ്രഹിക്കുകയും വായിക്കുകയും വിവേചിച്ചറിയുകയും ചെയ്യുമെന്ന് വചനം പറയുന്നു. അതുകൊണ്ട് അങ്ങനെ ആ ഒരു ഹെരോദോസിന്റെ ആഗ്രഹം, ഉണ്ണിയെ കാണണമെന്നുള്ള ആഗ്രഹം ജ്ഞാനികളെ അറിയിച്ചത് ഉണ്ണിയെ നശിപ്പിക്കുവാനും അവനെ ഇല്ലായ്മ ചെയ്യുന്നതിനും ഈ ലോകരക്ഷകനെ കൊല്ലുന്നതിനും വേണ്ടിയായിരുന്നു എന്ന് ഈ ജ്ഞാനികൾക്ക് മനസ്സിലായില്ല.